Hello students. So in the last video we have seen different types of bonding, namely the primary and secondary bonding, and we have seen in detail the primary bonding, that is the three classification, namely the ionic bonding, metallic bonding and covalent bonding. Today we will see what is secondary bonding, or in a different name, that is van der Waals bonding, and it is also called the physical bonding. So we will see the details of secondary bonding today. So secondary bonding or van der Waals bonding is this bonding arises from atomic or molecular dipoles. അപ്പോൾ നമ്മൾ കണ്ടു ഇതുവരെ പ്രൈമറി ബോണ്ടിങ് എല്ലാം എന്താണ് കെമിക്കൽ ബോണ്ടിങ് ആണ്. കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is a sharing of electrons or exchange of electrons, അങ്ങനെയാണ്. അപ്പം ഇവിടെ സെക്കൻഡറി ബോണ്ടിങ് അതല്ല. സെക്കൻഡറി ബോണ്ടിങ്ങിൽ the dipoles are involved. Okay, so dipoles തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ് സെക്കൻഡറി ബോണ്ടിങ്ങിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി എന്താണ് ഇലക്ട്രിക് ഡൈപോൾ നമുക്ക് നോക്കാം. ഇലക്ട്രിക് ഡൈപോൾ എക്സിസ്റ്റ് whenever there is some separation of positive and negative portions of an atom or molecule. ഇപ്പം നമുക്കറിയാം ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു ആറ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ there is a charge center, positively charged center, and there is a electron cloud around it. സോ നമ്മൾ അതിനെ ഒരു ആറ്റം ഹാസ് എ ഹോൾ എടുക്കുകയാണെങ്കിൽ the positive charge center and the negative charge center will be coinciding. And as a whole the atom will be neutral. അതാണ് നമ്മൾ ഒരു കൺസെപ്റ്റ് നമ്മളുടെ ഒരു ആറ്റത്തിനെ സംബന്ധിച്ച്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഡൈപോൾ എപ്പോഴാണ് ഉണ്ടാവുക? ഇഫ് ദ ചാർജ് സെൻറ്റേഴ്സ് ആർ സെപ്പറേറ്റഡ് ബൈ സം മീൻസ്. അങ്ങനെ ചാർജ് സെൻറ്റേഴ്സ് സെപ്പറേറ്റ് ചെയ്യുമ്പം വി നോ ദാറ്റ് ഇറ്റ് വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്, ദാറ്റ് വിൽ മേക്ക് എ ഡൈപോൾ. അങ്ങനെയുള്ളൊരു ഫിസിക്കൽ എൻറ്റിറ്റിനെയാണ് നമ്മൾ ഡൈപോൾ എന്ന് പറയുന്നത്. The bonding results from the Coulombic attraction between the positive end of one dipole and the negative region of an adjacent one. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇങ്ങനെയാണ് ഒരു ആറ്റം ഉണ്ടാവുക. ഈ പോസിറ്റീവ് ചാർജ് സെൻറ്ററിൻ്റെ മേലായിരിക്കും എൻ്റെ നെഗറ്റീവ് ചാർജ് സെൻറ്റർ ഉണ്ടാവുക, ആൻഡ് ആസ് എ ഹോൾ ഇറ്റ് വിൽ ബി ന്യൂട്രൽ. ഇനി ഈ ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടായി, പോസിറ്റീവ് ചാർജ് സെൻറ്റർ ആൻഡ് ദ നെഗറ്റീവ് ചാർജ് സെൻറ്റർ ഇസ് ഗോട്ട് സെപ്പറേറ്റ്. അങ്ങനെയാകുമ്പം ദർ എക്സിസ്റ്റ് ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ ഇതേപോലെ അഡ്ജസൻ്റ് ആയിട്ടുള്ള ആറ്റത്തിന് ഇതേപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഡൈപോൾ ഉണ്ടാകും, ഒരു ഡൈപോൾ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടാകും. സോ ദർ ഓൾസോ യു വിൽ ഹാവ് എ പോസിറ്റീവ്ലി ചാർജ് സെൻറ്റർ ആൻഡ് നെഗറ്റീവ്ലി ചാർജ് സെൻറ്റർ. ഇറ്റ് ഇസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഓക്കെ, സോ എന്തുണ്ടാകും? അങ്ങനെയാകുമ്പോൾ ഇങ്ങനത്തെ ഡൈപോൾസ് തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഈ ഡൈപോളിൽ ഈ നെഗറ്റീവ് ചാർജ് സെൻറ്റർ ഇവിടെ അടുത്ത ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് സെൻറ്ററായിട്ട് എന്താണ് ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. So this interaction is called the secondary bonding. Clear? അപ്പോൾ ഇങ്ങനെയാണ് സെക്കൻഡറി ബോണ്ടിങ് ഉണ്ടാവുക. The interaction is arise from atomic or molecular dipoles. Okay. ഇനി dipole interaction can occur in three ways. First one is between induced dipoles. Second one is between induced dipole and polar molecules, and third one is between polar molecules. Okay. ഇപ്പോൾ 3 ടൈപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് സെക്കൻഡറി ബോണ്ടിങ്ങിൽ ഇൻട്രാക്ഷൻസിന്. ഇപ്പോൾ സെക്കൻഡറി ബോണ്ടിങ് 3 തരം സെക്കൻഡറി ബോണ്ടിങ് ഉണ്ടെന്നല്ല, സെക്കൻഡറി ബോണ്ടിങ്ങിൽ ഇൻട്രാക്ഷൻസ് 3 തരത്തിലാവാം. ഡൈപോൾ ഇൻട്രാക്ഷൻസ് 3 തരത്തിലാവാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഇൻഡ്യൂസ്ഡ് ഡൈപോൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആവാം. പിന്നെ ഇൻഡ്യൂസ്ഡ് ഡൈപോളും ഒരു പോളാർ മോളിക്യൂളും തമ്മിൽ ഇൻട്രാക്ഷൻ ആവാം. പോളാർ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മോളിക്യൂൾ വിച്ച് ഹാവ് പെർമനൻറ്റ് ഡൈപോൾസ്. അപ്പോൾ അങ്ങനെയുള്ള മോളിക്യൂൾസിനാണ് പോളാർ മോളിക്യൂൾ. അതായത് അത് എന്താണ്, നമ്മളിപ്പം പറഞ്ഞു ഈ ചാർജ് സെൻറ്റർ സെപ്പറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, മേ ബി ബൈ വൈബ്രേഷൻസ് ഒക്കെ ആയിട്ട്. അങ്ങനെയല്ല, അത് ചില മോളിക്യൂൾസ് ഉണ്ട് ദാറ്റ് എക്സിബിറ്റ് പൊളാരിറ്റി. അപ്പോൾ അങ്ങനത്തെ മോളിക്യൂളിലാണ് പോളാർ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. പോളാർ മോളിക്യൂൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കെമിസ്ട്രിയിലൊക്കെ നേരത്തെ. അപ്പോൾ അങ്ങനത്തെ പോളാർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്, അത് അതിൻ്റെ ഇൻട്രിൻസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് പൊളാരിറ്റി. അപ്പോൾ അതിന് പൊളാരിറ്റി ഓൾറെഡി ഉണ്ട്, നമ്മൾ വൈബ്രേഷനിലുണ്ടോ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഇൻഡ്യൂസ് ചെയ്തുണ്ടാവുന്നതല്ല, പെട്ടെന്ന് ഒരു ഇതിലുണ്ടാവുന്നതല്ല, അതിന് ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ മോളിക്യൂൾസിനാണ് പോളാർ മോളിക്യൂൾ എന്ന് പറയാം.
that means that those molecules will have a permanent dipole. അപ്പോൾ അങ്ങനത്തെ മോളാർ മോളിക്യൂൾസും പിന്നെ പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഇൻഡ്യൂസ്ഡ് ഡൈപോൾസ് തമ്മിൽ ഇൻട്രാക്ഷൻ ആവാം. അതല്ലാതെ ഈ പോളാർ മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആവാം. ഇങ്ങനെയെല്ലാം 3 ഡിഫറെൻറ്റ് തരത്തിൽ സെക്കൻഡറി ബോണ്ടിങ് ഉണ്ടാവാം. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ് ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെക്കൻഡറി ബോണ്ടിങ് and is found to exist between some molecules that have hydrogen as one of its constituents. Okay, അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈപ്പാണ്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെക്കൻഡറി ബോണ്ടിങ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് എക്സിബിറ്റ് ചെയ്യുന്നത് മോളിക്യൂൾസ് എന്നാൽ ഹൈഡ്രജൻ അതിലൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലിമെൻ്റ് ആയിട്ട് ഉള്ള സബ്സ്റ്റൻസ് മോളിക്യൂൾസ് ആണ് hydrogen bonding exhibit that we will see in detail. Okay, water as a special case നമ്മളിത് കാണും. ഇനി നമുക്ക് ഇതിൽ ഓരോ ഈ ഡൈപോൾസ് എങ്ങനെയാണ്, ഈ ഡൈപോൾസ് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു സെക്കൻഡറി ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് മോളിക്കുലർ ഡൈപോൾസ് ആണ്. പിന്നെ ഇതിൽ 3 തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് ആവാന്ന് പറയും. ഈ 3 തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം ഹൗ വാൻ ഡെർ വാൾസ് ബോണ്ടിങ് ഓർ സെക്കൻഡറി ബോണ്ടിങ് ഈസ് ഫോം. The secondary bonding is as a result from the Coulombic interaction between positive end of one dipole and the negative end of the adjacent one. Okay, so this you have to remember. Okay, now we will see the different types of dipole interactions. First we will see the fluctuating induced dipole bonds. നമ്മൾ പറഞ്ഞു induced dipoles ആണ്. First one നമ്മൾ bonding പറഞ്ഞു between induced dipoles. ഇൻഡ്യൂസ്ഡ് ഡൈപോൾസ് എങ്ങനെയാണ് ഉണ്ടാകുന്നതാണ് നമ്മൾ ആദ്യം തന്നെ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ ഡൈപോൾ മേ ബി ക്രിയേറ്റഡ് ഓർ ഇൻഡ്യൂസ്ഡ് ഇൻ ആൻ ആറ്റം ഓർ മോളിക്യൂൾ വിച്ച് ഇസ് നോർമലി ഇലക്ട്രിക്കലി സിമെട്രിക്. അപ്പോൾ നോർമലി ഇലക്ട്രിക്കലി സിമെട്രിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അറ്റോമിക് ന്യൂക്ലിയസ് വിൽ ബി ഹാവിങ് എ പോസിറ്റീവ് ചാർജ് ആൻഡ് ദർ വിൽ ബി ഇലക്ട്രോൺ ക്ലൗഡ്. ആ ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ ചാർജ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പോസിറ്റീവ് ചാർജിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വിധത്തിലായിരിക്കും. സോ ആസ് എ ഹോൾ ദ ആറ്റം വിൽ ബി ഇലക്ട്രിക്കലി ന്യൂട്രൽ. Okay, but in some cases ഇവിടെ പറയുന്നത് എന്താണ്, ഇതിൽ electrically symmetric, that is the overall spatial distribution of the electrons is symmetric with respect to the positively charged nucleus. നമ്മൾ പറഞ്ഞ കാര്യം. അപ്പോൾ ഇതിൻ്റെ ഈ ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ ചാർജ് സെൻറ്റർ വിൽ കോൺസെൻട്രേറ്റ് വിത്ത് ദ പോസിറ്റീവ് ചാർജ് ഓഫ് ദി അറ്റോമിക് ന്യൂക്ലിയസ്. ഓക്കെ, ഇനി നമുക്ക് എന്താ സംഭവിക്കുക, ഓൾ ആറ്റംസ് ആർ എക്സ്പീരിയൻസിങ് കോൺസ്റ്റന്റ് വൈബ്രേഷണൽ മോഷൻ. നമുക്ക് അറിയുന്നതാണ് വൈബ്രേഷണൽ മോഷൻ ഉണ്ട് എല്ലാ ആറ്റത്തിനും. ആൻഡ് ദാറ്റ് വിൽ കോസ് എൻ ഇൻസ്റ്റന്റേനിയസ് ഷോർട്ട് ലീവ്ഡ് ഡിസ്റ്റോർഷൻ ഓഫ് ദിസ് ഇലക്ട്രിക്കൽ സിമെട്രി. ഓക്കെ, അപ്പോൾ ഈ ആറ്റംസ് ഒക്കെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓൾ ദ ആറ്റംസ് വിൽ ഹാവ് വൈബ്രേഷണൽ മോഷൻ. ആ വൈബ്രേഷണൽ മോഷനെ കൊണ്ട് ഈ ചാർജ് സെൻറ്റേഴ്സ് ഇതിലിപ്പോൾ ഈ പോസിറ്റീവ്ലി ചാർജ് സെൻറ്ററും നെഗറ്റീവ്ലി ചാർജ് സെൻറ്ററും കോൺസിഡർ ചെയ്യാണ്. അപ്പോൾ വൈബ്രേഷനെ കൊണ്ട് ഇത് ചിലപ്പോൾ ഡിസ്പ്ലേസ്ഡ് ആവാം ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേസ്ഡ് ആകുമ്പോൾ ഇവിടെയാണ് പോസിറ്റീവ് ചാർജ് സെൻറ്റർ, നെഗറ്റീവ് ചാർജ് സെൻറ്റർ വിൽ ബി സംവെയർ ഹിയർ. അപ്പോൾ എന്താ ഉണ്ടാവുക, ദിസ് പോസിറ്റീവ്ലി ചാർജ് സെൻറ്റർ ആൻഡ് നെഗറ്റീവ് ചാർജ് സെൻറ്റർ സെപ്പറേറ്റഡ് മേ ബി ഫോർ എ വെരി ഷോർട്ട് ടൈം. ഇറ്റ് മേ ബി ഷോർട്ട് ലീവ് ഡിസ്റ്റോർഷൻസ് ഓഫ് ദി ഇലക്ട്രിക്കൽ സിമെട്രി. അപ്പോൾ ആ സമയത്ത് എന്തുണ്ടാവുക, ഇറ്റ് ക്രിയേറ്റ്സ് സ്മോൾ ഇലക്ട്രിക് ഡൈപോൾസ്. ഈ വൈബ്രേഷനെ കൊണ്ട് ചെറിയ ഇലക്ട്രിക് ഡൈപോൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, സോ ഈ ക്രിയേറ്റ് ചെയ്ത ഇലക്ട്രിക് ഡൈപോൾസ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഇത് ഇപ്പോൾ ഒരു ആറ്റം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടായി വിചാരിക്കാം. അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ആറ്റം ഉണ്ട് ഇലക്ട്രിക്കലി സിമെട്രിക് ആയിട്ട് ന്യൂട്രൽ ആയിട്ടുള്ള. അപ്പോൾ അവിടെ എന്തുണ്ടാകും, ഇവിടെ പോയിട്ട് ഇതാ ഈ എൻഡിൻ്റെ അടുത്തേക്കാണ് ഈ ഇത് ഇങ്ങോട്ടേക്ക് വരിക വിചാരിക്കാം. ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ളൊരു ഇതുണ്ട്, ഇവിടെ ഇത് ന്യൂട്രലാണ്. അപ്പോൾ ഇവിടെ എന്തുണ്ടാകും, ദിസ് വിൽ റിപ്പൽ ദ ഇലക്ട്രോൺ ക്ലൗഡ്. അപ്പോൾ എന്താണ്, ഇവിടുത്തെ നെഗറ്റീവ് ചാർജ് സെൻറ്റർ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇവിടേക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ട്. അത് എഗെയിൻ എന്തുണ്ടാക്കും, ഇതുപോലൊരു ആറ്റത്തിന് ഉണ്ടാക്കും. ഈ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഇത് ഇവിടേക്ക് എത്തിക്കഴിച്ച് കഴിഞ്ഞാൽ മാറും അല്ലേ. അപ്പോൾ അതായത് ഇവിടെ നെഗറ്റീവ് ചാർജ് സെൻറ്റർ പോസിറ്റീവ് ചാർജ് സെൻറ്റർ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റത്തിന് അല്ലേ അതെന്തുണ്ടാക്കും, ചാർജസ് ഡൈപോൾസ് ഇൻഡ്യൂസ് ചെയ്യും അല്ലേ. ഇവിടെ അടുത്ത് വരുന്ന ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റമാണ്. ഇപ്പോൾ പോസിറ്റീവ് ചാർജ് സെൻറ്ററിന് അടുത്ത് വരുന്ന ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റം ആണെങ്കിൽ ദാറ്റ് വിൽ അട്രാക്ട് ദ ഇലക്ട്രോൺ ക്ലൗഡ്.
and it will repel the positive charge center. ഇപ്പം എന്താ ഉണ്ടാവുക, ഇവിടെ ഒരു ഡൈപോൾ ഫോം ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ശരിക്കും എന്തുണ്ടാവുന്നത്, അപ്പം ഒരുപാട് ഇലക്ട്രിക് ഡൈപോൾസ് ഉണ്ടാവും. ആ ഡൈപോൾസ് തമ്മിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ there will be secondary bondings. ആ ഡൈപോൾസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യും and it will form the secondary bond. Okay, so one of these ഇപ്പം നമ്മൾ അതാണ് ഇപ്പം പറഞ്ഞ കാര്യമാണ് ഇവിടെ പറയുന്നത്. One of these dipoles will can in turn produce a displacement of the electron distribution of the adjacent molecule or atom. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ ഒരു വൈബ്രേഷനിലൂടെ ഇങ്ങനെ ഒരു ഇൻഡ്യൂസ് ഡൈപോൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ഡിസ്റ്റർബ് ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ദി അഡ്ജസെന്റ് ആറ്റം. അപ്പോൾ അഡ്ജസെന്റ് ആറ്റത്തിനെ എന്ത് ആക്കി മാറ്റും, ഈ ഇവിടെ ഉണ്ടായിട്ടുള്ള ഡൈപോൾ അഡ്ജസെന്റ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റത്തിനെ ഒരു ഇലക്ട്രിക് ഡൈപോൾ ആക്കി മാറ്റും. ഓക്കെ, which induces a second one, അത് പിന്നെ എന്തുണ്ടാവും അടുത്തതിനെ ആക്കും. Also to become a dipole that is then weakly attracted or bonded to the first. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു ആറ്റം ഇലക്ട്രിക് ഡൈപോൾ അടുത്ത ഒരു ആറ്റത്തിനെ ഡൈപോൾ ആക്കി മാറ്റി and those will interact. അല്ലേ, അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് അടുത്ത എന്തുണ്ടാകും, ഒരു നെഗറ്റീവ് ഇവിടെ വരും, ഒരു പോസിറ്റീവ് ഇവിടെ വരും. ആ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ interaction ഉണ്ടാവും. And that interaction is called the secondary bond, which induces the second one also to become a dipole that is then weakly attracted or bonded to the first. This is one type of van der Waals bonding. These attractive forces may exist between large number of atoms or molecules, which forces are temporary and fluctuate with time. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിപ്പം നമ്മളിത് ടെമ്പററി ആയിട്ടുള്ള ഡൈപോൾസ് ആണ്. അപ്പോൾ അത് ഷോർട്ട് ലീവ്ഡ് ആയിരിക്കും ഇൻട്രാക്ഷൻസ് ഒക്കെ. അപ്പോൾ ഇവിടെ ഈ ഷോർട്ട് ലീവ് ഡിസ്റ്റോർഷനെ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഡൈപോൾസ് ഇറ്റ് വിൽ ഫർദർ ഇൻഡ്യൂസ് ഡൈപോൾസ് to the adjacent atoms, and those two induced dipoles will interact and it will form a van der Waals bonding. That is what is happening in this fluctuating induced dipole bonds. Okay, അപ്പോൾ ഇതാണ് ഒരു ഫസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞത്, ബിറ്റ്വീൻ ഇൻഡ്യൂസ്ഡ് ഡൈപോൾസ്. അപ്പോൾ ഇവിടെ വൈബ്രേഷനെ കൊണ്ട് ഡൈപോൾസ് ഫോം ചെയ്യുന്നു, ആ ഡൈപോൾസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നു. ആ ഡൈപോൾസ് എങ്ങനെ ഇരിക്കും, അപ്പോൾ തമ്മിൽ ഇവിടെ ഒരു ബോണ്ടിങ് ഉണ്ടാവും. ദാറ്റ് ബോണ്ടിങ് ഈസ് കോൾഡ് വാൻ ഡെർ വാൾസ് ബോണ്ടിങ് ഓർ സെക്കൻഡറി ബോണ്ടിങ്. Okay, so next we will see between induced dipole and polar molecules. Okay, so polar molecule induced dipole bonds നോക്കാം. അപ്പോൾ polar molecule എന്ന് പറഞ്ഞാൽ permanent dipole moments ഉള്ളതാണ് polar molecule. Permanent dipole moments exist in some molecules by virtue of an asymmetric arrangement of positively and negatively charged regions. Such molecules are termed polar molecules. അപ്പോൾ അങ്ങനത്തെ polar molecules ആണ് HCl ഒക്കെ. HCl-ന് വലിയ ഇലക്ട്രോൺ ക്ലോറിൻ ആറ്റം ഒരു ചെറിയ ഹൈഡ്രജൻ ആറ്റം ആണ്. And there will be a small separation between the positive charge center and negative charge center. Hence it is called a polar molecule. The figure is a schematic representation of hydrogen chloride molecule. A permanent dipole moment arises from net positive and negative charges that are respectively associated with hydrogen and chlorine ends of hydrogen chloride molecule. Okay, അപ്പോൾ ഇങ്ങനെയുള്ള മോളിക്യൂളാണ് പോളാർ മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ പോളാർ മോളിക്യൂൾ എന്താണ്, ഇറ്റ് എക്സിബിറ്റ് പെർമനന്റ് ഡൈപോൾ മൊമെന്റ്. ഓക്കെ, ഈ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉള്ള പോളാർ മോളിക്യൂൾസ് ക്യാൻ ഇൻഡ്യൂസ് ഡൈപോൾസ് ഇൻ അഡ്ജസന്റ് നോൺ പോളാർ മോളിക്യൂൾ. ഈ HCl ഒരു നോൺ പോളാർ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് സെന്റേഴ്സ് കോയിൻസൈഡ് ചെയ്യുന്ന മോളിക്യൂൾസ്, ഇങ്ങനത്തെ ഡൈപോൾസ് ഇല്ലാത്ത ചാർജ് സെന്റേഴ്സ് കോയിൻസൈഡ് ചെയ്യുന്ന മോളിക്യൂളിനാണ് നോൺ പോളാർ മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മോളിക്യൂൾസിൽ ഇതിനെ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും, ഡൈപോൾസിനെ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. The polar molecules can induce dipoles in adjacent non-polar molecules, and a bond will form as a result of attractive forces between the two molecules. Furthermore, the magnitude of this bond will be greater than for fluctuating induced dipoles. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പോളാർ മോളിക്യൂൾസിനെ നമ്മളൊരു നോൺ പോളാർ മോളിക്യൂളിൻ്റെ അടുത്ത് കൊണ്ടുവച്ചാൽ അതിനെന്താണ്, അതിലുള്ള നോൺ പോളാർ മോളിക്യൂളിൻ്റെ ചാർജ് സെൻറ്റേഴ്സ് വിൽ ഗെറ്റ് സെപ്പറേറ്റഡ് ആൻഡ് ഇറ്റ് വിൽ ബിക്കം എ ഡൈപോൾ, ഇൻഡ്യൂസ് ഡൈപോൾ.
അപ്പോൾ ഇൻഡ്യൂസ് ഇപ്പോൾ ഇവിടെ നമ്മളിപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് ചാർജാണ്, ഇവിടേക്ക് നെഗറ്റീവ് ചാർജ് വരും. ആൻഡ് ഇറ്റ് വിൽ ദർ വിൽ ബി എ ഇൻട്രാക്ഷൻ. ആ ഇൻട്രാക്ഷനാണ് സെക്കൻഡറി ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇൻട്രാക്ഷൻ എന്താണ്, അങ്ങനത്തെ ഇൻട്രാക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തിനെക്കാട്ടും കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ഇൻഡ്യൂസ് ഡൈപോൾസ് തമ്മിൽ ഇൻട്രാക്ഷൻ നമ്മൾ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള 2 ഡൈപോൾസ് ഇവിടെ ഇൻഡ്യൂസ് ഡൈപോൾസ് ആണ്. അത് തമ്മിൽ ഇൻട്രാക്ഷനെക്കാട്ടിലും സ്ട്രോങ്ങർ ആയിരിക്കും ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റുള്ള പോളാർ മോളിക്യൂളും ഇൻഡ്യൂസ് ഡൈപോളും തമ്മിലുണ്ടാവുന്ന സെക്കൻഡറി ബോണ്ടിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഇൻഡ്യൂസ് ഡൈപോൾസ് മാത്രമുള്ളത്. ആ ഇൻഡ്യൂസ് ഡൈപോൾസ് മാത്രം തമ്മിലുണ്ടാവുന്ന ബോണ്ടിങ്ങിനെക്കാട്ടിലും സ്ട്രോങ് ആയിരിക്കും ഇഫ് ദ ബോണ്ടിങ് ഇൻവോൾവ്സ് എ പോളാർ മോളിക്യൂൾ ആൻഡ് എ ഇൻഡ്യൂസ് ഡൈപോൾ. ഓക്കെ, so the second group of bonding between induced dipoles and polar molecules that is stronger than the bond between induced dipoles. Okay, the third one is namukku endha polar molecules aanu. So polar molecules il endana, obviously there will be interaction, like and polar molecules aanengil van der Waals forces will also exist between adjacent polar molecules. The associated bonding energies are significantly greater than for bonds involving induced dipoles. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട 2 കേസസിനെക്കാട്ടിലും കൂടുതലായിരിക്കും എന്ത് ഇതിലുള്ള ബോണ്ടിന്റെ സ്ട്രെങ്ത്. ഓക്കെ, അത് ഇങ്ങനത്തെ ബോണ്ടിങ്. അപ്പോൾ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾ ഇതൊരു പോളാർ മോളിക്യൂൾ ആണ്, ഹൈഡ്രജൻ ക്ലോറൈഡിനെ പോലെ തന്നെ. ആൻഡ് ദർ ഈസ് അനദർ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾ. അപ്പോൾ ഇവിടെ എന്താണ്, ദിസ് ഇസ് എ പോസിറ്റീവ് ചാർജ് സെന്റർ ആൻഡ് ദിസ് ഇസ് എ നെഗറ്റീവ് ചാർജ് സെന്റർ ആൻഡ് there will be a interaction. ഓക്കെ, സോ ഇങ്ങനത്തെ ബോണ്ടിങ്ങിനാണെന്ന് പറയുന്നത് പെർമനന്റ് ഡൈപോൾ ബോണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ബോണ്ട്സിന് പെർമനന്റ് ഡൈപോൾ ബോണ്ട്സ് എന്ന് പറയും. ഇനി ഇതിലൊരു സ്പെഷ്യൽ കേസാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. പെർമനന്റ് ഡൈപോൾ ബോണ്ട്സിൽ സ്പെഷ്യൽ കേസാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. That is, if the permanent dipole bonds, the molecules in those bonds have a hydrogen atom as its constituent atom, then there will exist a hydrogen bonding. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ പെർമനന്റ് ഡൈപോൾ ബോണ്ട്സിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ആറ്റം ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് എന്താണെന്ന് നോക്കാം. ഹൈഡ്രജൻ ബോണ്ടിങ് ഇസ് സ്ട്രോങ്ങസ്റ്റ് സെക്കൻഡറി ബോണ്ടിങ് ടൈപ്പ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പോളാർ, ഇവിടെ ഇപ്പോൾ 3 കേസസ് നമ്മൾ പറഞ്ഞു. ഒന്ന് ഇൻഡ്യൂസ് ഡൈപോൾ, ബിറ്റ്വീൻ ഇൻഡ്യൂസ് ഡൈപോൾസ് ആൻഡ് പോളാർ മോളിക്യൂൾ, ദെൻ ബിറ്റ്വീൻ പോളാർ മോളിക്യൂൾസ്. അപ്പോൾ ഇതിൽ 3 എണ്ണത്തിലും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് വരുന്നത് ബിറ്റ്വീൻ പോളാർ മോളിക്യൂൾസ് ഈ ബോണ്ടിങ് ആണ്. ദിസ് കൈൻഡ് ഓഫ് ബോണ്ടിങ് ആണ് സ്ട്രോങ്ങസ്റ്റ്. ദെൻ ദിസ് വിൽ ബി ദി സ്ട്രോങ്ങസ്റ്റ് ആൻഡ് ദിസ് വിൽ ബി ദി ലീസ്റ്റ് സ്ട്രോങ്. അല്ലെങ്കിൽ ഇത് മോസ്റ്റ് വീക്കർ ആയിട്ടുള്ളത് ഇതായിരിക്കും. ഇൻഡ്യൂസ് ഡൈപോൾസ് തമ്മിലുള്ള ബോണ്ടിങ് ആണ്. ഓക്കെ, ഇപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് നോക്കാം. ഹൈഡ്രജൻ ബോണ്ടിങ് is the strongest secondary bonding type. The hydrogen bond is a special case of a polar molecule bonding. അപ്പോൾ polar molecule bondingൽ ഒരു സ്പെഷ്യൽ കേസാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. It occurs between molecules in which hydrogen is covalently bonded to fluorine അല്ലെങ്കിൽ oxygen and nitrogen. അപ്പോൾ ഇത് സാധാരണ കാണുന്ന ആറ്റംസ് ആണ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, വാട്ടർ ആൻഡ് നൈട്രജൻ. അപ്പോൾ അതിലെല്ലാം ഹൈഡ്രജൻ എങ്ങനെയാണ് ഈ ആറ്റംസ് ആയിട്ട് ഫ്ലൂറിൻ അല്ലെങ്കിൽ മോളിക്യൂളിൽ എങ്ങനെയാണ് ഹൈഡ്രജൻ ഉള്ളത്? ഹൈഡ്രജൻ ഈസ് കോവാലൻ്റ്ലി ബോണ്ടഡ് അല്ലേ. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ആണെങ്കിലും കോവാലന്റ് ബോണ്ടിങ് ആണ്, ഓക്സിജൻ വാട്ടറിലാണെങ്കിൽ കോവാലന്റ് ബോണ്ടിങ് ആണ്, നൈട്രജനും കോവാലന്റ് ബോണ്ടിങ് ആണ്. ഫോർ ഈച്ച് HO and HN bond, the single hydrogen electron is shared with other atom. നമുക്കറിയാം ഹൈഡ്രജനിൽ there is only one valence electron and that valence electron is shared with the atom. That is in case of fluorine, hydrogen fluoride, it is fluorine, and in water it is with oxygen, and in nitrogen it is in ammonia it is with the nitrogen. Okay, thus the hydrogen end of the bond is essentially a positively charged bare proton and that is unscreened by any electrons. അപ്പോൾ ഇവിടെ ഈ എൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലാകെ ഉണ്ടായിരുന്നത് ഒരു ഇലക്ട്രോൺ ആണ്. ആ ഇലക്ട്രോൺ ഇവിടേക്ക് ഷെയർ ചെയ്യാൻ കൊടുത്തു. അപ്പോൾ ഈ എൻഡ് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടോൺ അല്ലേ. ഇവിടെ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് സ്ക്രീൻ ദാറ്റ് ഈസ് അൺസ്ക്രീൻഡ് ബൈ എനി ഇലക്ട്രോൺസ്. ഒരു ഇലക്ട്രോൺസ് ഒന്നും ഇതിനെ ചുറ്റും ഇല്ല.
So this is a, you can say that this hydrogen here is, it is a bare proton. Bare proton എന്ന് പറഞ്ഞാൽ there is a single positively charged. Proton positive charge അല്ലേ, അപ്പോൾ ഒരു പോസിറ്റീവ്ലി ചാർജ് ആയിട്ട് വിടിരിക്കും. This highly positively charged end of the molecule is capable of a strong attractive force with the negative end of an adjacent molecule. അപ്പോൾ ഇവിടെ ഇത് ഹൈലി പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇവിടെ ആകെ ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രോൺ അത് ഇവിടേക്ക് കോവലന്റ് ബോണ്ടിങ്ങിന് കൊടുത്തു. സോ ദിസ് ഇസ് ഹൈലി പോസിറ്റീവ്ലി ചാർജ്. ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ദിസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. സോ ദിസ് പോസിറ്റീവ് ചാർജ് ഇസ് കേപ്പബിൾ ടു make a bond with the nearest negative end of a adjacent molecule. അപ്പോൾ ഇവിടെ ഇതാണ് ഉണ്ടാകുന്നത്. ഇവിടുത്തെ ഈ ഹൈഡ്രജൻ will interact with the fluorine atom that is very near to it and it is negatively charged. ഇവിടെ നെഗറ്റീവ് ചാർജ് വലിയ ഇലക്ട്രോൺ ക്ലൗഡ് ഉള്ളതാണ് ഫ്ലൂറിൻ. ഓക്കെ, in essence this single proton forms a bridge between two negatively charged atoms. ഇപ്പോൾ ഇവിടുത്തെ സിംഗിൾ പ്രോട്ടോൺ എന്നാണ് ഇത്. ഈ സിംഗിൾ പ്രോട്ടോൺ ഈ രണ്ട് വലിയ നെഗറ്റീവ് ചാർജസ് തമ്മിൽ ഒരു എന്താണ് ഒരു ബ്രിഡ്ജ് പോലെയാണ് അല്ലേ. ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്ലൂറിനും തമ്മിലുള്ളൊരു ബ്രിഡ്ജ് പോലെയാണ് ഈ ഹൈഡ്രജൻ ആറ്റം ആക്ട് ചെയ്യുന്നത്. The magnitude of hydrogen bond is generally greater than that of other types of secondary bonds and may be as high as 51 kilojoule per mole. Melting and boiling temperatures of hydrogen fluoride and water are abnormally high in light of their low molecular weights as a consequence of hydrogen bonding. അപ്പോൾ ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് ടെമ്പറേച്ചർ ഹൈഡ്രജൻ ഫ്ലൂറൈഡിനും വാട്ടറിനൊക്കെ ഉള്ളത് ശരിക്കും അതിൻ്റെ നമ്മൾ മോളിക്കുലർ വെയിറ്റ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും അത് കുറവാണ് വേണ്ടത്. പക്ഷേ ഇത് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് കൂടുതലായി കാണിക്കുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ ഒരു എന്താണ് അത് കൊടുക്കുന്ന ഒരു അഡീഷണൽ പ്രോപ്പർട്ടിയാണത്. ഹൈഡ്രജൻ ബോണ്ടിങ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഹൈഡ്രജൻ ബോണ്ടിങ്ങും ബ്രേക്ക് ചെയ്യണ്ടേ നമ്മൾ മെൽറ്റ് ചെയ്യുമ്പോൾ ബോയിൽ ചെയ്യുന്നവരൊക്കെ. അപ്പം ആ ഒരു ബോയിലിംഗ് ചെയ്യുന്ന സമയത്ത് ബോണ്ട് ബ്രേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇറ്റ് ഹാസ് അബ്നോർമലി ഹൈ melting and boiling temperature. Okay, so this is all about hydrogen bonding. ഇനി നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ കൊണ്ട് വാട്ടറിന് ഉണ്ടാകുന്ന സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് എന്താണെന്നാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ, സോ വി വിൽ സി ദ വോളിയം എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ഓൺ ഫ്രീസിങ്. അപ്പം നമുക്കറിയാം നമ്മളൊരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലിൽ നമ്മൾ വെള്ളം എടുത്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പം ഗ്ലാസ് ബോട്ടിലിന് അത് ബ്രേക്ക് ചെയ്യും. അതേപോലെ നമ്മൾ കണ്ടിട്ടുണ്ട് ഐസ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. നമ്മൾ ഒരു ഐസ് ക്യൂബ് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അത് ഫ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ ബിഹൈൻഡ് ഉള്ള കാര്യം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അപ്പോൾ നമുക്കത് എന്താ സംഭവിക്കുന്നത് നോക്കാം. പിന്നെ ഓക്കെ, അപ്പോൺ ഫ്രീസിങ് ദാറ്റ് ഈസ് ഫ്രീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ ലിക്വിഡ് ടു എ സോളിഡ് അപ്പോൺ കൂളിംഗ്. നമ്മൾ തണുപ്പിച്ചിട്ട് ലിക്വിഡ് സോളിഡ് ആവുന്ന പ്രോസസ്സിനാണ് ഫ്രീസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ആ പ്രോസസ്സിൽ മോർ സബ്സ്റ്റൻസസ് എക്സ്പീരിയൻസ് എ ഇൻക്രീസ് ഇൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക ഓൾമോസ്റ്റ് ഓൾ ദ മെറ്റീരിയൽസ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ ഉണ്ടാവുക, ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വോളിയം ഡിക്രീസ് ചെയ്യും. വി നോ ദാറ്റ് ഡെൻസിറ്റി ഈസ് മാസ് ബൈ വോളിയം. ഇപ്പോൾ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ മാസ് ഇസ് എ കോൺസ്റ്റന്റ്, ഡെൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. സോ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വോളിയം ഹാസ് ടു ഡിക്രീസ്. ഓക്കെ, പക്ഷേ ഇതാണ് ഓൾമോസ്റ്റ് ഓൾ ദ മെറ്റീരിയൽസ് അങ്ങനെയാണ് കാണിക്കുക, ലിക്വിഡ്സ് അങ്ങനെയാണ് കാണിക്കുക. ബട്ട് ദ എക്സെപ്ഷൻ ഈസ് വാട്ടർ. Water exhibits the anomalous and familiar expansion upon freezing. Anomalous expansion upon freezing എന്ന് പറയും. Anomalous expansion on freezing. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ വോളിയം ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്.
വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ വെള്ളം എടുത്തിട്ട് നമ്മൾ നിറയെ വെള്ളം ഒരു ബോട്ടിൽ വെച്ചിട്ട് അടിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ബോട്ടിലൊക്കെ ആണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യും. അപ്പോൾ അതിനെയാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ അപ്പോൺ ഫ്രീസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അപ്രോക്സിമേറ്റ്ലി 9 വോളിയം% എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് എങ്ങനെ ഈ ഒരു ഫിനോമിനൻ ഹൗ വി ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ, ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു സീ ഹിയർ. ഇവിടെ ദിസ് ബിഹേവിയർ മേ ബി എക്സ്പ്ലെയിൻ ഓൺ ദി ബേസിസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഇപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഈച്ച് മോളിക്യൂൾ ഹാസ് 2 ഹൈഡ്രജൻ ആറ്റംസ് ദാറ്റ് ക്യാൻ ബോണ്ട് ടു ഓക്സിജൻ ആറ്റംസ്. അപ്പം ഈച്ച് മോളിക്യൂൾ നമ്മളിവിടെ എടുക്കുകയാണ്, ഒരു വാട്ടർ മോളിക്യൂൾ എടുക്കുകയാണ്. വാട്ടർ മോളിക്യൂൾ മാത്രമല്ല, വാട്ടറിൻ്റെ ഒരു സ്ട്രക്ചർ എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ യു ഹാവ് 4, നമ്മളിവിടെ 5 ആറ്റംസ് 5 മോളിക്യൂൾസ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈച്ച് മോളിക്യൂൾ ഹാസ് 2 ഹൈഡ്രജൻ ആറ്റംസ് ദാറ്റ് ക്യാൻ ബോണ്ട് ടു ഓക്സിജൻ ആറ്റംസ്. അപ്പോൾ ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഈച്ച് മോളിക്യൂൾ ഹാസ് 2 ഹൈഡ്രജൻ ആറ്റംസ്. ഇവിടെ നമുക്ക് ഒരു ഓക്സിജൻ ആറ്റത്തിന് ഇതാണ് ഒരു മോളിക്യൂൾ ആയിട്ട് എടുക്കുന്നത്. ഇതിൽ 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ആ 2 ഹൈഡ്രജൻ ആറ്റംസ്, ഈച്ച് മോളിക്യൂൾ ഹാസ് 2 ഹൈഡ്രജൻ ആറ്റംസ് ദാറ്റ് ക്യാൻ ബോണ്ട് ടു ഓക്സിജൻ ആറ്റംസ്. അപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റംസ് ദിസ് വിൽ ഫോം ഹൈഡ്രജൻ ബോണ്ടിങ് വിത്ത് ദ നിയറസ്റ്റ് വാട്ടർ മോളിക്യൂൾ. അതായത് നിയറസ്റ്റ് വാട്ടർ മോളിക്യൂളിൽ ഓക്സിജൻ ആയിട്ട് അത് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകും. ഈ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് ഹൈഡ്രജൻ ബോണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പം in addition, its single oxygen atom can bond to 2 hydrogen atom of the other molecule. Single oxygen atom can bond to 2 hydrogen atoms of the other molecule. അപ്പോൾ ഇവിടെ ഒരു ഓക്സിജൻ ആറ്റം എന്തുണ്ടാക്കും, 2 ഹൈഡ്രജൻ ആറ്റമായിട്ട് ബോണ്ടിങ് ഉണ്ട്. നമുക്ക് അറിയാം, അത് വാട്ടറിലുണ്ടാകും. Thus for solid ice, each water molecule participates in 4 hydrogen bonds as shown in 3-dimensional schematic figure. അപ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ each water molecule participates in 4 hydrogen bonds as in the 3-dimensional picture. ഒരു വാട്ടർ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഇത് 4 ബോണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിതാ ഇവിടെ, ഇപ്പം നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ ഒന്നിവിടെ ഉണ്ടാവും. ഇവിടെ ഉള്ള ഹൈഡ്രജൻ ആയിട്ട്, ഇവിടെ ഓക്സിജൻ ആയിട്ടില്ല, ഇവിടെ ഇതിന് ഹൈഡ്രജൻ ആയിട്ട് ഉണ്ടാവില്ലേ, അതായിട്ടുണ്ടാകും. ഇവിടെ അതുപോലെ ഹൈഡ്രജൻ ആയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1, 2, 3 and 4. ഇവിടുത്തെ ഈ ഓക്സിജൻ ഇതിൻ്റെ ഹൈഡ്രജൻ ആയിട്ട് ഉണ്ടാക്കണം. ഇതിന് അപ്പുറത്തെ സൈഡിൽ ഹൈഡ്രജൻ ഉണ്ടാവില്ല, അതായിട്ട് ഉണ്ടാക്കുന്ന ബോണ്ടാണ്. ഇപ്പോൾ ഇവിടെ ഡോട്ട് ലൈൻ കാണിക്കുന്നത് ഓക്സിജൻ തമ്മിലല്ല, ഹൈഡ്രജൻ ആയിട്ടാണ് ബോണ്ട് ഉണ്ടാവുന്നത്. നമ്മളിതിൽ ഹൈഡ്രജൻ ഇവിടെ ഹൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വാട്ടർ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് പാർട്ടിസിപ്പേറ്റ്സ് ഇൻ 4 hydrogen bonds. Okay, here hydrogen bonds are denoted by dashed lines, and each water molecule has 4 nearest neighbor molecules. അപ്പോൾ ഓരോ വാട്ടർ മോളിക്യൂളിലും there will be 4 nearest neighbors. 4 നിയറസ്റ്റ് നൈബേഴ്സ് ഉണ്ടാകും. ആ 4 നിയറസ്റ്റ് നൈബേഴ്സ് ആയിട്ടാണ് 4 ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, ഇത് തേർഡ് വൺ ആൻഡ് ദിസ് ഫോർത്ത് വൺ. ഓക്കെ, അപ്പോൾ 4 നിയറസ്റ്റ് നൈബേഴ്സ് ഉണ്ടാകും. ആ നിയറസ്റ്റ് നൈബറിലുള്ള ഹൈഡ്രജൻ മോളിക്യൂൾസ് ആയിട്ടാണ് ഇതിലുള്ള ഹൈഡ്രജൻ മോളിക്യൂൾസ് ഈ 4 ഹൈഡ്രജൻ മോളിക്യൂൾസ് ആയിട്ടുള്ള 4 നിയറസ്റ്റ് നൈബേഴ്സ് ആയിട്ട് എന്തുണ്ടാക്കും, ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കും. This is a relatively open structure, that is, the molecules are not closely packed together, and as a result the density is comparatively low. ഇതൊരു റിലേറ്റീവ്ലി ഓപ്പൺ സ്ട്രക്ചർ ആണ്, വളരെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്നില്ല, നോട്ട് ക്ലോസ്ലി പാക്ഡ്, ആൻഡ് ആസ് എ റിസൾട്ട് ദ ഡെൻസിറ്റി ഈസ് കമ്പാരിറ്റീവ്ലി ലോ. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഓപ്പൺ സ്ട്രക്ചർ ആണ്, കുറച്ചും കൂടെ സ്പേസിങ് ഉണ്ടാവും തമ്മിൽ, ആൻഡ് ഇറ്റ് വിൽ മേക്ക് റിസൾട്ട് ഇൻ എ ഇൻക്രീസ് ഇൻ വോളിയം or the decrease in the density. Okay, ഇനി ഇത് മെൽറ്റ് ചെയ്യുന്ന സമയം, അപ്പോൾ ഇത് നോക്കുക, ഇങ്ങനത്തെ ഇത് സോളിഡ് സ്റ്റേറ്റിലുള്ളതാണ്. സോളിഡ് സ്റ്റേറ്റിൽ ഇതിൽ
വോളിയം കുറവായിരിക്കും ആൻഡ് ദർ വിൽ ബി ഡിക്രീസ് ഇൻ ഡെൻസിറ്റി. ഇനി ഇത് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. മെൽറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാകണം? മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ദർ ഷുഡ് ബി എ ഇൻക്രീസ് ഇൻ ഡെൻസിറ്റി ആൻഡ് ദർ ഷുഡ് ബി എ ഡിക്രീസ് ഇൻ വോളിയം, അല്ലേ? നമുക്ക് ഫ്രീസ് ചെയ്യുന്ന സമയത്താണ് എക്സ്പാൻഷൻ ഉണ്ടാകുന്നത്. സോ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെ വോളിയം കുറയണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവാൻ നോക്കാം. ഓപ്പോൺ മെൽറ്റിംഗ് ദിസ് സ്ട്രക്ചർ ഈസ് പാർഷ്യലി ഡിസ്ട്രോയ്ഡ്. അപ്പോൾ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്ട്രക്ചർ ഡിസ്ട്രോയ് ചെയ്യുമോ, ഏകദേശം പാർഷ്യലി ഡിസ്ട്രോയ് സച്ച് ദാറ്റ് വാട്ടർ മോളിക്യൂൾസ് ബിക്കം മോർ ക്ലോസ്ലി പാക്ഡ്. അപ്പോൾ അവിടെ വാട്ടർ മോളിക്യൂൾസിന് തമ്മിൽ ഇത്രയും സ്പേസിങ് ഉണ്ടാവില്ല, കുറച്ചും കൂടി അടുത്തടുത്ത് വരും. ഓക്കെ, more closely packed at room temperature. The average number of nearest neighbor water molecule has increased to approximately 4.5. നേരത്തെ നമ്മൾ 4 ആയിരുന്നു, അപ്പോൾ അതിന് പകരം 4.5 ഉണ്ടാകും നമ്മൾ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. This leads to an increase in density and hence a decrease in volume. വോളിയം കുറയും. അപ്പം ഫ്രീസിങ്ങിനാണ് വോളിയം കൂടുക. ഇറ്റ് ഈസ് കോൾഡ് അനോമലസ് എക്സ്പാൻഷൻ. വോളിയം എക്സ്പാൻഷൻ ഉണ്ടാകും ഫ്രീസിങ്ങിൽ. ആൻഡ് മെൽറ്റിംഗ് ദർ വിൽ ബി എ ഡിക്രീസ് ഇൻ വോളിയം. വോളിയം ഡിക്രീസ് ചെയ്യും ആൻഡ് ഹെൻസ് ദർ വിൽ ബി എ ഇൻക്രീസ് ഇൻ ഡെൻസിറ്റി. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ കേസ് ഓഫ് വാട്ടർ. അപ്പോൾ നമുക്ക് വോളിയം അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ അപ്പോൺ ഫ്രീസിങ് വി ക്യാൻ എക്സ്പ്ലെയിൻ ഓൺ ദി ബേസിസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാകുന്നത് when it gets freezed. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാകും. ഇങ്ങനെയുള്ള സ്ട്രക്ചർ ആകുമ്പോൾ നിയറസ്റ്റ് നൈബർ മോളിക്യൂൾസ് ആയിട്ട് 4 ആയിട്ട് ലിമിറ്റ് ആവും. 4 കൂടുതൽ ഉണ്ടാവില്ല. 4 നിയറസ്റ്റ് നൈബർ മോളിക്യൂൾസ് ആകുമ്പോൾ എന്താണ്, ഇറ്റ് വിൽ നോട്ട് ബി ക്ലോസ്ലി പാക്ഡ്. ഹൈഡ്രജൻ ബോണ്ടിങ് വിൽ പ്രിവെൻറ്റ് ടു ബി വെരി ക്ലോസ്ലി പാക്ഡ്. ആൻഡ് എന്താണ്, അപ്പോൾ എന്തുണ്ടാകും, ഡെൻസിറ്റി വിൽ ബി ലോ ആൻഡ് ദ വോളിയം വിൽ ബി മോർ. ഓക്കെ, അപ്പോൾ അതാണ് ഈ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഫ്രീസിങ്ങിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ ഉണ്ടാവുന്ന സോളിഡ് ഐസിൻ്റെ കേസിൽ ഉണ്ടാകുന്ന സ്ട്രക്ചർ വെച്ചിട്ട് വേണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. പിന്നെ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് സ്ട്രക്ചർ വിൽ ബി ഡിസ്ട്രോയ്ഡ്. അങ്ങനെയാകുമ്പോൾ എന്താണ്, നിയറസ്റ്റ് നൈബേഴ്സ് കുറച്ചുകൂടെ കൂടുതലാവും ആൻഡ് ഇറ്റ് വിൽ ബി ലിറ്റിൽ മോർ ക്ലോസ്ലി പാക്ഡ്. അപ്പോൾ ലിറ്റിൽ മോർ ക്ലോസ്ലി പാക്ഡ് ആവുന്ന സമയത്ത് എന്താ ഉണ്ടാവുക, വോളിയം വിൽ ഡിക്രീസ്. ഓക്കെ, so with this we have come to the end of the chapter called atomic structure and bonding. Okay, so in the next video we will discuss about the crystals and the crystal structures. Thank you.